വർക്കലയിൽ വിനോദസഞ്ചാരത്തിനെത്തിയ ഫ്രാൻസ് സ്വദേശി, അതായത് ഫ്രഞ്ചുകാരിയായ ഒരു യുവതി കഴിഞ്ഞ ദിവസം ചികിത്സയിലിരിക്കുകയും മരിച്ചു. അതൊരു ദാരുണ സംഭവമാണ്. അതിഥി ദേവോ ഭവ എന്നൊക്കെ നമ്മൾ പറയും. ടൂറിസത്തിന് പേരുകേട്ട നാടാണ് കേരളം എന്ന് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയും. ടൂറിസം പ്രൊമോഷന്റെ കാര്യത്തിലും നമ്മൾ തീരെ ചെറിയ വർക്കൊന്നുമല്ല ചെയ്തത്, വളരെ കാര്യമായൊക്കെ ചെയ്യും. എന്നാൽ ഈ യുവതി ക്രിസ്റ്റീൻ എമിലി എന്നാണ് ഈ യുവതിയുടെ പേര്. ക്രിസ്റ്റീൻ എമിലി എന്ന ഫ്രാൻസ് സ്വദേശി കേരളത്തിൽ വരുന്നു. അവര് ഈ കഴിഞ്ഞ 8-ാം തീയതി അവിടെ നടന്നു പോകുമ്പോൾ, നമുക്കറിയാം വർക്കലയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നിരന്തരം കാണുന്നതാണ് വിദേശ വിനോദസഞ്ചാരികൾ റോഡിൽ നടക്കുകയും ഇരുചക്ര വാഹനത്തിൽ പോവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾക്ക് സ്ഥിരം കാഴ്ചയാണ്. നിങ്ങളൊക്കെ സാധാരണ കാണുന്ന കാഴ്ചയാണ്. അങ്ങനെ ഈ യുവതി നടന്നു പോകുമ്പോൾ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടയിൽ ഒരു ഇരുചക്ര വാഹനം ഈ യുവതിയെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നു പോകുന്നു. അങ്ങനെ വാഹനാപകടത്തിൽ പരിക്കേറ്റ എമിലിയെ നേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം സംഭവിച്ചത്. ഇത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. എന്തൊരു ദാരുണ സംഭവമാണ്, എന്തൊരു ഉത്തരവാദിത്ത രാഹിത്യമാണ് നമ്മുടെ പോലീസ്, വർക്കല പോലീസൊക്കെ ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രതിയെ ഇതുവരെ പിടിച്ചിട്ടില്ല. CCTV ദൃശ്യങ്ങളിൽ നിന്ന് വർക്കല സ്വദേശിയായ ഒരു 22-കാരനാണ് ഈ ബൈക്ക് ഓടിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവനെ ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. വർക്കലയുള്ള കാര്യം പരിശോധനയ്ക്ക് എടുക്കുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ വേറെ 2-3 കാര്യങ്ങൾ കൂടി പറയാം. കഴിഞ്ഞ ആഴ്ച ഒരു പെൺകുട്ടി മരിച്ചു. ബികോമിന് പഠിക്കുകയായിരുന്ന നിർധന കുടുംബത്തിലെ ഒരു പെൺകുട്ടി വാഹനാപകടത്തിൽ മരിച്ചു. ഒരു ഡോക്ടറാണ് കാർ ഇടിച്ച് തെറിപ്പിച്ച് ഈ കുട്ടി അപകടാവസ്ഥയിലാകുന്നതും ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയും മരിക്കുന്നതും. ആ പെൺകുട്ടിയുടെ ആന്തരിക അവയവങ്ങളൊക്കെ അവരുടെ രക്ഷിതാക്കൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. ആ കാറ് ഇടിച്ച് തെറിപ്പിച്ചു പോയ ഈ PG ഡോക്ടറെ പിന്നീട് വാഗമണ്ണിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. അയാൾക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി അയാളുടെ അപ്പനെ പിടിച്ചു നിർത്തി. എന്നിട്ടാണ് ഇയാളെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്, പെൺകുട്ടി മരിച്ചതിനും ശേഷം 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഈ പ്രതിയെ പോലീസ് പിടികൂടുന്നത്. അതുപോലെ കോഴിക്കോട് മലബാർ മേഖലയിൽ ഒരു 9 വയസ്സുകാരിയെ ഇടിച്ച് തെറിപ്പിച്ച ശേഷം ഒരാൾ കടന്നു കളഞ്ഞു. അയാളെ കണ്ടെത്താൻ വേണ്ടി പിന്നീട് ലുക്കൌട്ട് നോട്ടീസ്, പിന്നെ അയാൾ വിദേശത്താണെന്ന് തിരിച്ചറിഞ്ഞ് അതും ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് അയാളെ പിടികൂടുന്നത്. ഇത് എന്താണ്? ഒരു വിദേശ വിനോദസഞ്ചാരി നമ്മുടെ നാട്ടിൽ വിരുന്നിനെത്തി, നമ്മുടെ നാട് കാണാനെത്തി. അവര് യാത്ര ചെയ്യുമ്പോൾ അവരെ ഒരു 2 വീലർ ഇടിക്കുന്നു. അവനെ തിരിച്ചറിഞ്ഞിട്ട് അവനെ കസ്റ്റഡിയിൽ എടുക്കേണ്ട ഉത്തരവാദിത്വം പോലും വർക്കല പോലീസ് കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു നാണക്കേട് തന്നെയാണ് പോലീസിന്. പ്രത്യേകിച്ച് വർക്കല വികസിച്ചുകൊണ്ടിരിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. അവിടുത്തെ വികസന കാര്യങ്ങളൊക്കെ ഞങ്ങൾ പലതവണ നിങ്ങളോട് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ആ വികസന കാര്യങ്ങൾ പലപ്പോഴും സർക്കാരിന്റെ സ്റ്റോപ്പ് മെമ്മോ ഉള്ള സ്ഥലത്ത് സർക്കാരിനെ അവഗണിച്ചുകൊണ്ട് കെട്ടിടം കെട്ടും. അതിന് പോലീസും അവിടുത്തെ ഗുണ്ടകളും വലിയ വമ്പൻ പണക്കാരും ഒത്താശ ചെയ്യും. അതുപോലെ തന്നെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുകയില്ല, അനാവശ്യ സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും. പോലീസ് ഇതിനൊക്കെ കുഴലൂത്ത് നടത്തും. എന്തെങ്കിലും ഒരു സാധാരണക്കാരൻ ഇത്തരം കാര്യങ്ങൾക്ക് വിളിച്ചു പറഞ്ഞാൽ ഇത് തെറ്റായ നടപടിയാണ്, കൊള്ള പലിശ കൊടുത്ത് കാശുണ്ടാക്കി ഇതിങ്ങനെ റിയൽ എസ്റ്റേറ്റ് ലോബിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, യുവമാരെ കള്ളന്മാരാണെന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവന്മാർക്കെതിരെ കള്ളക്കേസ് എടുത്ത് അവൻ കൊടുക്കുന്ന കിമ്പളവും വാങ്ങി കള്ളക്കേസ് എടുത്ത് ഒന്ന് സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെയാണ് ഈ പോലീസുകാർ ആളുകളെടുത്ത് പെരുമാറുന്നത്. ഈ വണ്ടി ഓടിച്ചു പോയി ഒരു വിദേശ വനിതയെ ഇടിച്ചു തെറിപ്പിച്ചു എന്ന് 22-കാരനും കണ്ടു കാണുമല്ലോ. എന്തുകൊണ്ട് അവർ വണ്ടി നിർത്തിയില്ല? വണ്ടി നിർത്തിയിട്ട് ഈ യുവതിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനെ സഹായിച്ചില്ല, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനെ ഇൻഫോം ചെയ്തില്ല. ഇങ്ങനെ ഗുരുതരമായ കുറ്റം ചെയ്തിരിക്കുന്നു. മലയാളികളോടല്ല, നമ്മുടെ നാട്ടിലുള്ള ആളുകളോടല്ല, ഒരു വിദേശ യുവതിക്കാണ് ഇങ്ങനെ ഒരു ദാരുണ സംഭവം ഉണ്ടായത്. എന്നിട്ടും ഒരു പ്രധാന ടൂറിസം സ്പോട്ടായ, തലസ്ഥാന ജില്ലയിലെ ഒരു പ്രധാന ടൂറിസം സ്പോട്ടായ വർക്കലയിൽ പോലീസ് ഇങ്ങനെ നിരുത്തരവാദപരമായി പെരുമാറി കഴിഞ്ഞാൽ വിദേശ വിനോദസഞ്ചാരികൾ എങ്ങനെ ഈ നാട്ടിൽ വരും? നമുക്കറിയാം, അവിടെ വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്ന അല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ പരസ്യ മദ്യപാനം അല്ലെങ്കിൽ പരസ്യ ലഹരി ഉപയോഗം, ഇതിനൊന്നും ചോദിക്കാൻ പോലീസ് തയ്യാറാവുകയില്ല. ഏതെങ്കിലും സാധാരണക്കാരൻ എന്തെങ്കിലും വിഷയമുണ്ടോ അവനെ എടുത്ത് കൂമ്പ് നോക്കി ഇടിക്കാനും അവനോട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറാനും ഒക്കെ അവിടുത്തെ പോലീസിന്റെ മിടുക്ക് കൂടുതലാണ്. വന്ന ആളുകളും ഇരുന്ന ആളുകളും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്ന് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അല്ലാതെ പേരെടുത്താരെയും വിമർശിക്കാനൊന്നും അല്ല. അവിടുത്തെ നടപടിക്രമങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നടന്നു പോകുന്നത്.
പോലീസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിയെ പോലീസിന് അന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കാമായിരുന്നു. കസ്റ്റഡിയിലെടുത്ത കൃത്യം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാമായിരുന്നു. ഈ വനിത മരിക്കുന്നത് വരെ കാത്തിരുന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും പോലീസ് പിടികൂടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിഭീകരമാണ്. കേരളത്തിന്റെ ടൂറിസം മേഖലയെ ആകെ നാണം കെടുത്തുന്ന അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കുന്ന നടപടിയാണ് വർക്കല പോലീസിൽ നിന്നുണ്ടായത്. ഏതായാലും ആ യുവതി മരിച്ചുപോയി. അവരുടെ ആത്മാവിനെ ഞങ്ങൾ നിത്യശാന്തി നേരുന്നു.